ഹോട്ടൽ റൂമിൽ വെച്ച് രാജീവിനും ശിവനും ചേർന്ന് അലീനയെ തട്ടിക്കൊണ്ടു പോകാനുള്ള പ്ലാനിങ്ങുകൾ നടത്തുന്നു. ഇതിനിടയിൽ ഹോസ്പിറ്റലിൽ അലീനയുടെ കെയറിംഗ് ഇഷ്ടപ്പെടാത്ത വൈജ കൈ തട്ടി മാറ്റി അനിഷ്ടം പ്രകടിപ്പിക്കുന്നു. തുടർന്ന് നേഴ്സ് തന്നെ വൈജയെ തുടയ്ക്കുന്നു. ശേഷം അലീന കൊടുക്കുന്ന ജ്യൂസും വൈജ നിരസിക്കുന്നതോടെ മോൾ ചെയ്യുന്നതൊന്നും അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലോ എന്നും പിണക്കമാണോ എന്ന് നേഴ്സ് ചോദിക്കുന്നു. അതോടെ അലീനയ്ക്കാകെ വിഷമമാകുന്നു. പിന്നീട് വൈജയുടെ കാര്യങ്ങൾ സുലോചനയെ ഏൽപ്പിച്ച് പോകാനിറങ്ങുന്ന അലീനയെ ബാലചന്ദ്രൻ വിളിക്കുന്നു. തുടർന്ന് ഗോവർദ്ധനൻ പുറത്തുപോയി എന്ന് അലീനയിൽ നിന്നും അറിയുന്ന ബാലചന്ദ്രൻ അലീനയെ വിളിക്കാൻ ഹോസ്പിറ്റലിലേക്ക് വരാമെന്ന് പറഞ്ഞെങ്കിലും ഒരു ഓട്ടോ വിളിച്ച് വന്നോളാമെന്ന് അലീന പറയുന്നു. ശേഷം റൂമിലെത്തുന്ന സുലോചനയോട് വൈജ അലീനയോട് കാണിച്ച അനിഷ്ടത്തെപ്പറ്റി നേഴ്സ് പറയുന്നു. തുടർന്ന് അലീന വൈജ പ്രസവിച്ച മകളല്ലെന്നും അവൾ ബാലേട്ടൻ്റെ മാത്രം മകളാണെന്നും വൈജ രണ്ടാനമ്മയാണെന്നും സുലോചന നേഴ്സിനോട് പറയുകയും സുലോചനയും നേഴ്സും ചേർന്ന് വൈജയെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നു. പിന്നീട് അലീനയെ കാണാത്തതിനെ തുടർന്ന് ബാലചന്ദ്രനും കൃഷ്ണമോളും ടെൻഷൻ അടിക്കുകയും ബാലചന്ദ്രൻ അലീനയെ വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുകയും ചെയ്യുന്നു. തുടർന്ന് ബാലചന്ദ്രൻ ഗോവർദ്ധനെ വിളിക്കുമ്പോൾ അലീന അരമണിക്കൂർ മുമ്പേ പോയി എന്നും ശിവേട്ടൻ എന്നെ ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചു വരുത്തി 1 ലക്ഷം രൂപ ഹോസ്പിറ്റൽ ചെലവിനായി തന്നു എന്നും പറയുന്നു. ഇത് കേൾക്കുന്ന ബാലചന്ദ്രന് ചില സംശയങ്ങൾ തോന്നുകയും പണം വാങ്ങിയതിന് ഗോവർദ്ധനോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. ശേഷം ബാലചന്ദ്രനും കൃഷ്ണമോളും അലീനയെ അന്വേഷിച്ചിറങ്ങുകയും ശിവനെ വിളിച്ച് അലീനയെ പറ്റി അന്വേഷിക്കുകയും നിങ്ങൾ തന്നെയാണ് അലീനയെ തട്ടിക്കൊണ്ട് പോയതെന്ന് എനിക്ക് അറിയാമെന്നും എൻ്റെ മോൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടില്ലെന്നും ബാലചന്ദ്രൻ പറയുന്നു. ഇതിനിടയിൽ അലീനയെ തട്ടിക്കൊണ്ടു പോകുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.